വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു വിസിറ്റിങ്ങിന് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറി നേരെ മാലയ്ക്ക് എല്ലാം എന്നിട്ട് അവിടെ നിന്ന് പോവാണ് വേണ്ടത്. ഇച്ചിരി ദൂരമുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഗൈസ് ബസ് സ്റ്റോപ്പ് എത്താറായി. ബസ് സ്റ്റോപ്പിൽ നേരെ എത്തി. ബസ് കാത്ത് നിൽക്കണം ഇനി ഗൈസ്. അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബസ് കാർഡ്. ഇത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താണ് നമ്മൾ ബസ്സിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബസ് വന്നില്ല, ബസ് വരുമ്പോൾ ഇത് കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ബസ്സിന് വേണ്ടി കാത്ത് നിൽക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബസ്. ഇതൊന്ന് നിർത്താറായി. നല്ല സ്പീഡിലായിരുന്നു കേട്ടോ. എത്തി ഗൈസ്. ഓരോരുത്തരായിട്ടാണ് കയറാൻ പറ്റത്തുള്ളൂ. അമ്മ 3 പ്രാവശ്യം സ്വൈപ്പ് ചെയ്യണമെന്ന് ഞങ്ങളുള്ളതുകൊണ്ട് സ്വൈപ്പ് ചെയ്തു. ഈ വിഷയമാണ് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ ഇരിക്കാൻ പോകട്ടോ. എത്തി കയറി ഗൈസ്. ഈ കാണുന്നതാണ് ഹിമാലയ സ്റ്റേഡിയം. ഉള്ളിലേക്ക് അടിപൊളിയാണ് കേട്ടോ. വലിയ പാർക്കാണ് ഗൈസ്. അടിപൊളി ഇഷ്ടംപോലെ പരിപാടിയൊക്കെ നടത്തുന്ന വലിയൊരു പാർക്കാണ് ഗൈസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഗൈസ് ഇവിടെ. ഗൈസ് ഇത് പുതിയതായിട്ട് ഇറങ്ങിയ സോളാർ പാനൽ ഇവരുടെ ഒരു പ്രോജക്റ്റാണ് ഗൈസ് ഈ കാണുന്നത്. ഗൈസ് ഇതാണ് ഹിമാലയ സിറ്റി. ഇഷ്ടംപോലെ ബിൽഡിംഗ് ആണ് ഗൈസ്. ഇന്ന് നല്ല വെയിലായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. വേണ്ട ഗൈസ് ഇതാണ് സർഫിംഗ് ഏരിയ. ഒരു സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണം. അടുത്ത സ്റ്റോപ്പിലാണ് കഴിച്ച് നമ്മൾ ഇറങ്ങേണ്ടത്. കണ്ടോ, ഫെറിയിലേക്കാണ്. നമുക്ക് ഫെറിയുടെ മുന്നിൽ തന്നെയാണ് നമ്മുടെ സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കാം. നീനസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇല്ലേ നമ്മൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇതാ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ടിലെത്തി അല്ലേ മിനു? നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അതെ ഗൈസ് ഈ കാണാനാണ് ഫെറി. ഉണ്ടോ, ബോട്ടൊക്കെ വന്ന് കിടപ്പുണ്ട്. എനിക്കിനി ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ എത്തിയിട്ടില്ല ഗൈസ്. അപ്പേനെ കാത്തേക്കാണ്. അപ്പോൾ വന്നിട്ട് വേണം നമുക്ക് എടുക്കാം. ഗൈസ് ഞാനീ കാണിക്കുന്നതാണ് വെല്ലിംഗിലി ഫെറി ടെർമിനൽ. അതായത് നമ്മൾ പോകുന്നത് വെല്ലിംഗിലേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോകുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം. നമുക്ക് ഈ ബോട്ട് മിസ്സായി ഗൈസ്. ഈ ബോട്ട് മിസ്സായി. എന്തായാലും അടുത്ത ബോട്ടിൽ കയറാം ഗൈസ്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കണം ഇനി. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തു. ഇത്ര ടിക്കറ്റ് എടുക്കാം. ഓ ഗൈസ് ഇവർക്ക് ആവശ്യമില്ല, ഇവള് ചെറുതായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് നേരെ പോവാം. ഓരോ 10 മിനിറ്റിൽ ഇവിടെ സർവീസ് ഉണ്ട് ഗൈസ്. ഓരോ 10 മിനിറ്റിൽ ഓരോ ബോട്ട് വരുന്നുണ്ട്. അടുത്ത് തന്നെയാണ്. നമ്മൾ ഇറങ്ങും. ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് നല്ല തിരക്ക് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് ഡബിൾ ഡെക്കർ തന്നെ കിട്ടി. നമുക്കിന്ന് ഡബിൾ ഡെക്കർ കിട്ടി. അല്ലേ? ആണ് ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ ഉള്ളിൽ AC ഒക്കെയാണ്. നമ്മളേറ്റവും ബാക്കിൽ സീറ്റാണ്. നല്ല വ്യൂ. ഇവിടെ നല്ല വ്യൂ ആണ്.
നിറയെ പൂവേണം അരികിൽ നീ വേണം നാടോടി പൂങ്കാറ്റേ കതിരു കൊയ്യുന്ന വയലിൽ നീയൊന്ന് പൂങ്കാറ്റേ പോയി വാ. തുമ്പക്കുടമെവിടെ ഓണക്കളമിടുവാൻ തുമ്പക്കുടമെവിടെ ഓണക്കളമിടുവാൻ പൂവും കൊണ്ടുവായോ നല്ല കാറ്റേ ചെല്ല ചെറുമകളെ നീ പൂന്തന്നലേ നീ പറന്ന് പറന്ന് പറന്നു വാ പൂവാടികൾ നീ തുറന്നു തുറന്നു തുറന്നതാ. ഇവിടെ വരെ ഒരു ഇത് ചെറിയൊരു ഐലൻഡാണ്. എന്നിട്ട് ഇവിടെ വരെ ബസ് സർവീസ് ഉണ്ട് ഗൈസ്. ഇവിടെ ഫുൾ ഇലക്ട്രിക് വണ്ടികളേ ഉള്ളൂ, അധികം ഇലക്ട്രിക് ആണ്. അതുകൊണ്ട് അത് തന്നെ ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ വന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഭയങ്കര കാമായിരിക്കും എപ്പോഴും, ഒരു ഒച്ച പോലും ഉണ്ടാവില്ല. ഇപ്പം ബോട്ടിൻ്റെ ഒച്ച നോക്കണ്ട, ഒട്ടൊക്കെ ഒച്ചയില്ലാത്ത സ്ഥലമാണ് ഗൈസ്. നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യൂട്ടാ. ഇല്ല ചായ കുടിച്ചിട്ട് മുഴുപ്പല് കാണിച്ചില്ലേ. അപ്പൊ ഗൈസ് നമ്മള് എത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി. എൻജോയ് കഴിക്കാൻ സമയമല്ലോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഗൈസ് നല്ല സീനാണ് കേട്ടോ. അതേണ്ട നമ്മൾ ഇവിടെ നിറയെ ബോട്ടൊക്കെ ഉള്ള സ്ഥലത്ത് ഇതിൻ്റെ ബാക്കിൽ ഇത് ഒരു ഊഞ്ഞാല് പോലത്തെ സെറ്റപ്പൊക്കെ ഉള്ളിടത്ത് വന്നിട്ടുണ്ട്. അടിപൊളി സ്പോട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. നമ്മൾ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ബാഗൊക്കെ നമുക്കൊരു സ്ഥലം കിട്ടി. അതുപോലെ തന്നെ ഇരിക്കാൻ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ കയറി അങ്ങ് ഇരിക്കാം. പൊളിയല്ലേ? വന്നപ്പോ തന്നെ എടുത്തി മരം കയറിപ്പോയി. അവർക്ക് ഫുഡൊന്നും ഉണ്ടാവും. അടുത്തത് മിന്നുസ് എങ്ങനെയാണ് പല്ലൊടിക്കാൻ പോകുന്നതാണ്. ഒരു പറിക്കാനുള്ള പല്ലുണ്ട്, അതിപ്പോ മുറഞ്ഞു പോയി. എന്താ നമ്മൾ എന്നിട്ട് ഇന്ന് അധികം ഫുഡ് കഴിച്ച് സമയം കളയാനുള്ള പരിപാടിയല്ല. നമ്മള് ബ്രെഡ് റോസ്റ്റ് ഒക്കെ എടുത്തേക്കുന്നത്. ബ്രെഡ് റോസ്റ്റ് ചോറൊക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റ് ആക്കിട്ട് വന്നേക്കണേ അങ്ങോട്ടേക്ക്. നമ്മൾ വില്ലിങ്ങിലേക്ക് നമ്മളിപ്പോ ഫുഡൊക്കെ എടുത്ത് നമ്മൾ വന്നേക്കുന്നേ. ഫുൾ ടൈം നമ്മൾ ഇവിടെ ചെലവഴിക്കാൻ പോണ ഗൈസ്. അപ്പൊ ഗൈസ് എന്റെ പിന്നീ കാണുന്ന കേട്ടോ മാലേ, അവിടെ ഇതുണ്ടോ എഡിക്കുണ്ടോ? അല്ല സോറി IGMH നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണുന്നില്ലല്ലോ. അന്ന് പാലം കാണിച്ചാലുണ്ടായിരിക്കും അല്ലേ? നല്ല ബീട്രൂട്ട് കറിയും നല്ല മീനച്ചാറും കൂട്ടി അങ്ങ് കഴിക്കാം. അടിപൊളി കോമ്പിനേഷൻ, അടിപൊളി ടേസ്റ്റാവും. ഇവിടെ ഇരിക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടില്ല. നമ്മൾ എന്തൊക്കെ കൊണ്ടുവന്നാണ്ടല്ലോ, പക്ഷെ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. എൻ്റെ അച്ചാറിൻ്റെ ഒരു കഷ്ണം താഴെപ്പോയി. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ മാറി. നമുക്ക് എന്തായാലും സ്നാർക്കലിങ്ങിനൊക്കെ പരിപാടിയൊക്കെ പോകണം. എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, അതാണ് ഞങ്ങളുടെ അടുത്ത ഡൗട്ട്. എന്ത് എക്സ്പീരിയൻസ് ചെയ്യും ഇന്ന് നമ്മൾ? അറിയില്ല, നോ ഐഡിയ. നമുക്ക് കണ്ടെത്തണം, അതിനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ച് നല്ല ഫുഡായിരുന്നു. അമ്മേനോടാണ് അതിൻ്റെ താങ്ക്സ് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് വില്ലിങ്ങിൽ ഫുള്ള് കാണാം. നല്ല വെയിൽ. ചെരുപ്പിട്ട് റെഡി ആവട്ടെ ഞാൻ. എവിടെ വന്നാലും നമുക്കൊരു പൂച്ച നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്കറിയില്ല.
dunia gawe seo kanga hal gawe seo kandepa narka ka'adab ala kulli kurama اللهم انصر الاسلام والمسلمين واذل الشرك والمشركين اللهم منزل الكتاب ومجري السحاب وهازم الاحزاب ارحمهم وتنصرهم وانصر اخواننا عليهم. അപ്പൊ ഗൈസ് നമ്മൾ ഇച്ചിരി റെസ്റ്റ് ചെയ്താണ്, ഫുഡ് കഴിച്ചുകൊണ്ട് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെയും ചലിക്കാം. അധികം നടക്കാനൊന്നുമില്ല, ഇച്ചിരി നടക്കുമ്പോഴത്തെ ഫുള്ള് കവറാവും. ഇഷ്ടം പിടിച്ച് കാര്യങ്ങളാണ് കാണാൻ നമുക്ക്. വാ വാ എന്റെ ഗ്യാപ്പ് ഇവിടെ വെയിലില്ലാത്തതൊക്കെ ഉണ്ട്, അങ്ങോട്ട് നീങ്ങുന്ന ഭയങ്കര വരും. ഇവിടെ നല്ല മരങ്ങളൊക്കെ വെച്ച് വെയിൽ കുറച്ച് വെച്ചേക്കാം. വില്ലിമല ഹോസ്പിറ്റൽ, ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ ഫാർമസി ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ടെന്ന് അറിയാം. അങ്ങനെയിട്ട് വലിയ ഫാർമസിയാണ്. വലിയ ഹോസ്പിറ്റലാട്ടോ ഗൈസ്, വലിയ ഹോസ്പിറ്റലാണ്. മരത്തിന്റെ മുറിച്ച് വെച്ച പോലെ ഉണ്ട്. ശരിക്കും മരമല്ല കേട്ടോ, ഇവിടുത്തെ ക്രിയേറ്റിവിറ്റി ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്നോർക്കലിങ്ങിന് അടുത്ത് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്നോർക്കലിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാം. എന്താണ് നമ്മൾ സ്നോർക്കലിങ്ങിനെ സെറ്റ് എടുക്കണം ഗൈസ്. അപ്പോൾ സെറ്റാക്കിയിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ സ്നോർക്കലും മാസ്കും ഉണ്ട്. നമുക്കിനി ചെയ്താൽ മതി ഗൈസ്. അണ്ടർ വാട്ടർ വ്യൂ ഫുള്ള് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മളൊരു വീഡിയോയിൽ ഇതൊക്കെ എന്താണെന്നുള്ളത് ഇട്ടിട്ടുണ്ട് ഗൈസ്, അതാരും കാണാൻ മറക്കരുത്. എന്തായാലും പോയി കാണുക ഗൈസ്. അപ്പോൾ നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാം. ഞാൻ ഗൂഗിൾ സെർച്ച് എടുക്കുന്നത് സ്നോർക്കൽ നീ എടുത്ത് ഞാൻ നീ കളർ മാച്ചിങ് ചെയ്ത് ഗ്രീൻ, ഇതൊരു ഗ്രീൻ ആൻഡ് യെല്ലോ മിക്സ്ഡ് വൺ കളറാണ്. ലെമൺ കളർ, സോറി ലെമൺ കളർ ആട്ടോ, എൻ്റെ പേര് എന്നോട് മറന്നു. അപ്പൊ പോവാ, നമ്മള് പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ പോവാം. നമ്മുടെ സ്നോർക്കലിങ്ങിന്റെ സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്തത് എന്താണ്? അടുത്തത് പ്ലാൻ അടുത്ത് നമ്മൾ ഈ ബനാന റൈഡും ഫൺ ട്യൂബ് റൈഡ്, വെയ്ക്ക് ബോർഡിങ്, ഫ്ലൈ ബോർഡിങ്, സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് വളരെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് വരാൻ പറ്റിയ ഒരു കിടുക്കാച്ച അയലാണ് ഗൈസ്. നമുക്ക് ഫെറി ടിക്കറ്റ് ചാർജ് മാത്രമാണ് വരുന്നത്, 3 രൂപ. ബാക്കിയൊക്കെ ഫ്രീ ആണ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് ഫുൾ അടിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു ഐലൻഡാണ് ഗൈസ്. കോഴ്സ്. അപ്പോൾ എല്ലാവരും ഇങ്ങ് പോരാ, ഇവിടെ ഉള്ളവരൊക്കെ സീന് സ്ഥലമാണ്. എല്ലാവരും പോരാ.